ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ്. അപ്പം അതിൻ്റെ വീഡിയോ ആണ് ബാക്കിയുള്ള അച്ഛൻ പറയൂട്ടാ. അപ്പോൾ എല്ലാവരും പറഞ്ഞു ലോങ് വീഡിയോ ചെയ്യും അപ്പോൾ പൈസ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ വലിയ വലിയ യൂട്യൂബർമാർ ചെയ്യണ പോലെ ഓരോ സ്ഥലത്തേക്കൊക്കെ പോകണമെന്ന് ഞങ്ങൾക്ക് പറ്റില്ല. അപ്പോൾ നമ്മളിന്ന് എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈസൻസിൻ്റെ ഡേറ്റ് തീരാറായി. അപ്പോൾ ലൈസൻസ് പുതുക്കാനായിട്ട് കണ്ണ് ടെസ്റ്റ് ചെയ്യണം. പിന്നെ അത് കൂടാതെ വരുമ്പോൾ കഷ്ടകാലം വരുമ്പോൾ എല്ലാതും കൂടി ഒരുമിച്ചല്ലേ വരും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ വണ്ടി കേടായിട്ട് ഒരു 1.5 ആഴ്ചയായി. അപ്പോൾ വണ്ടി റെഡിയാക്കാൻ കൊടുത്തിട്ടുണ്ട്. എൻജിൻ പണിയാണ്. അപ്പോൾ അത് പിന്നെ നമ്മുടെ എല്ലാ സുഖത്തിലും ദുഃഖത്തിലും നമ്മുടെ വീടിൻ്റെ അടുത്ത് ഉള്ള നമ്മുടെ പുണ്യാളുടെ അടുത്ത് പോയി മെഴുകുതിരി കത്തിക്കണം. നമ്മളെല്ലാ ദൈവത്തിലും വിശ്വസിക്കുന്നുണ്ട്. ക്രിസ്ത്യനിലും മുസ്ലിംസിലും ഹിന്ദുക്കളിലും എല്ലാത്തിലും വിശ്വസിക്കുന്നുണ്ട്. മറ്റുള്ളവരെ പോലെ ആർഭാടമായിട്ട് ഒന്നിലും അഡിക്റ്റല്ല. ആരാ ഏത് ദൈവം രക്ഷിക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ. അപ്പോൾ പോണ വഴിക്ക് ഞങ്ങളുടെ സ്ഥലമൊക്കെ കാണിച്ചു തരാം. കുന്നത്തങ്ങാടി സെൻറ്ററും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ നമുക്ക് തുടർന്ന് കാണുക. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയൊരു സെൻറ്റർ, കുന്നത്തങ്ങാടി സെൻറ്റർ കേട്ടോ. അപ്പോൾ ഈ സ്ഥലം വരുന്നത് അരിമ്പൂര് പഞ്ചായത്തിൽ കുന്നത്തങ്ങാടി എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അതിവിടെ ഇതാണ് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ബേക്കറിയാണ് കേട്ടോ, ചിറയത്ത് ബേക്കറി എന്ന് പറയും. അപ്പോൾ ആൾ ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ, നമുക്ക് എല്ലാ കാര്യത്തിലും ഭയങ്കര സപ്പോർട്ടാണ്. കൂടാതെ പിന്നെ ഈ വരുന്നതാണ് നമ്മുടെ സ്റ്റുഡിയോ. നമ്മുടെ സിനിമാ നടനായ ബിജു മേനോൻ മേടിച്ച് ഇത് സ്റ്റുഡിയോ ആക്കിയിട്ടുള്ളതാണ്. കുറേ സിനിമകളൊക്കെ ഇവിടെ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് പഠിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ ബിബിൻ ജെറോമാണ് ഞങ്ങൾക്ക് ഫോൺ തന്നത് കേട്ടോ. അവരെ കടയാണ് ഇത് കേട്ടോ. അപ്പച്ചൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ബിബിൻ ജെറോമോ മക്കൾക്ക് ഓൺലൈൻ ക്ലാസ് പഠിക്കാനായിട്ട് ഒരു ഫോൺ തന്നു, പോക്കോൻ്റെ ഒരു ഫോൺ തന്നു. നമുക്കെന്താ പറയുക, എൻ്റെ കുറേ വർഷങ്ങളായിട്ടുള്ള സുഹൃത്തിന് കേട്ടോ. അപ്പോൾ ആ ഫോണിലൂടെയാണ് നമ്മൾ ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയതും ഇത്രയൊക്കെ ആയത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കുന്നത്തങ്ങാടി അറക്കെന്നും പറയും. അപ്പോൾ എല്ലാ സജ്ജീകരണങ്ങളും കൂടിയുണ്ട്. ഇതാ കാണുന്നതാണ് കള്ള് ഷാപ്പ്. ഇതിപ്പുറത്ത് കാണുന്നത് ബാറ്. അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് 2 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളോട്ടാ. നശിക്കാനുള്ളതും നന്നാവാനുള്ളതൊക്കെ നമ്മുടെ പഞ്ചായത്തിൽ തന്നെയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സെൻറ്റർ ഇറക്കെന്ന് പറയും. കയറ്റത്ത് വേറെ കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ. അച്ഛൻ വർക്ക്ഷോപ്പിലേക്ക് പോയേക്കാട്ടാ. അച്ഛൻ്റെ വർക്ക്ഷോപ്പ് ഇത് അവിടെയാണ്. പിന്നെ എല്ലാവരും ചോദിച്ചാൽ എൻ്റെ സ്കൂൾ എവിടെയാണ്. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ സ്കൂളും തൊട്ടടുത്ത് തന്നെ കേട്ടോ. അയ്യോ ബസ് അത് നിന്നു. ബസ് മാറിയിട്ട് കാണിച്ചു തരാട്ടെ നിങ്ങൾക്ക്. ഇതാ കാണുന്നതാണ് എൻ്റെ സ്കൂൾ കേട്ടോ. അച്ഛൻ്റെ അവിടേക്ക് വർക്ക്ഷോപ്പിലേക്ക് പോയേക്കാണ്. പിന്നെ തൊട്ടടുത്ത് കപ്പോളയുണ്ട്. ഈ കാണിക്കുന്നത് കപ്പോളയാട്ടാ. അമ്മ കാണിച്ചു കൊടുത്ത കപ്പോള ഇത് കാണുന്നത് കപ്പോളയാട്ടാ. തൊട്ടടുത്ത് പള്ളിയും തൊട്ടടുത്ത് കപ്പോളയാണ്. പിന്നെ തൊട്ടടുത്ത് സ്കൂളും. പിന്നെ അച്ഛൻ വർക്ക്ഷോപ്പിലേക്ക് പോയിട്ട് വരുന്നുണ്ട്. അറ്റത്തുനിന്ന് നടന്ന് വരുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതവിടെയാണ് വർക്ക്ഷോപ്പ്. നടന്ന് വരുന്നുണ്ട്. പിന്നെ എൻ്റെ കൂട്ടുകാരത്തിൻ്റെ വീടൊക്കെ അവിടെയാണ് കേട്ടോ. ഇതാണ് എൻ്റെ സ്കൂള്. പിന്നെ അങ്ങനെ അത്ര ഉള്ള കാര്യങ്ങൾ പറയാനുള്ളത്. ഇത് അച്ഛൻ്റെ അടുത്ത് ബാക്കിയുള്ള നമുക്ക് കാര്യങ്ങളൊക്കെ പറയാം. അച്ഛോ വരൂ വേഗം. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം കൂടി കാണിച്ചു തരാം. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നത് എൻ്റെ സ്കൂളിൻ്റെ സൈഡ് ഭാഗമല്ല, ഫ്രണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വേഗം വായോ. നമ്മൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് റോഡാട്ടോ ഞങ്ങളുടെ. അപ്പം ഇതാണ് എൻ്റെ സ്കൂൾ കേട്ടോ. കുറച്ചും കൂടി എത്തിയിട്ട് പറഞ്ഞാൽ ഇതാണ് എൻ്റെ സ്കൂള്, സെൻറ്റ് ജോമസ് CP സ്കൂൾ. അവിടെ കാണുന്നതില്ലേ ഓടിട്ട് കാണുന്നത്, അത് 4ാം ക്ലാസ്. പിന്നെ ബാക്കിയുള്ള ക്ലാസ്സിലൊക്കെ അടിയിലാണ്. ഞാൻ 5ാം ക്ലാസ്സിലാണ് പഠിച്ചത് കേട്ടോ. ഏറ്റവും ലാസ്റ്റ് കാണുന്നത് 4ാം ക്ലാസ്. ഏറ്റവും ലാസ്റ്റ് കാണുന്ന ക്ലാസ്സിലാണ് ഞാൻ പഠിച്ചത് ജയ ടീച്ചർ എന്ന് പറയുന്നത്. എൻ്റെ ഫേവറേറ്റ് ടീച്ചറാട്ടോ, നല്ല ടീച്ചറാട്ടോ ജയ ടീച്ചർ. ഈ 2 നടക്കൽ ഇത്തിരി കുറവാണ്. വണ്ടി കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഇത് ഉരുണ്ട് വരുന്നൊക്കെ പൊന്നൂസിൽ ഇപ്പം തന്നെ കതച്ചു തുടങ്ങി. വണ്ടി ശരിയാക്കണം വേഗം. അങ്ങനെ ഡോക്ടറുടെ വീട് എത്തിയിട്ടാ. അപ്പോൾ അച്ഛനും മോളും പതുക്കെ പോവുകയാണ്. പൊടിമോൾ അവിടെ നിന്നുണ്ട്. അപ്പോൾ എന്തോ ഒരു ദുരുദ്ദേശം ഉണ്ട്, അതാണ് നിന്നത്. ഇപ്പോൾ ചേട്ടൻ്റെ ലൈസൻസ് പുതുക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ണിൻ്റെ ഒരു ടെസ്റ്റിൻ്റെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ ഞങ്ങളുടെ രാജൻ ഡോക്ടറിൻ്റെ വീടാണ്. അപ്പോൾ ആളുടെ വൈഫാണ് സർട്ടിഫിക്കറ്റ് തരുന്നത്. അപ്പോൾ അതിനിടയിൽ മാങ്ങ കണ്ടു. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് പൊടിമോൾ അങ്ങോട്ട് ഓടിപ്പോയി. അപ്പോൾ സംഭവം അത്ര വലിയ സംഭവമൊന്നുമില്ല. ലൈറ്റ് ഇട്ടിട്ട് അവിടെ ചെറിയ അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് വായിക്കാൻ പറഞ്ഞു. അതിനുശേഷം ഒരു കണ്ണടച്ച് പിടിച്ചിട്ട് വായിക്കാൻ പറഞ്ഞു. അതിനുശേഷം മറ്റേ കണ്ണടച്ച് പിടിച്ച് വായിക്കാൻ പറഞ്ഞു. പിന്നെ
കാക്കപ്പുള്ളി ചോദിച്ചപ്പോൾ ഈ കറുത്ത ശരീരത്തിൽ കാക്കപ്പുള്ളി തപ്പി ഞാൻ വയ്യാണ്ട് ഏകദേശം മറുക് ഇല്ലെങ്കിൽ വല്ല പാടെങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ചെറുപ്പത്തിൽ സൈക്കിളിൽ നിന്ന് വീണ പാടുകൊണ്ട് ഞങ്ങളെ ഗിഫ്റ്റായി തന്ന തലേമത്തെ പാടും കാണിച്ചു കൊടുത്തു കൂട്ടാ. അപ്പം ഞങ്ങൾ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് മുകളിലേക്ക് കയറി വരുമ്പോൾ അവിടെ ഞങ്ങളുടെ പുണ്യാളനുള്ളത്. അപ്പോൾ ഇന്ന് പ്രാർത്ഥനയൊക്കെ ഉണ്ട്, ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട്. അപ്പോൾ അവിടെ വഴി പ്രാർത്ഥനയൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഞങ്ങൾ ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കും. പുണ്യാളൻ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും സാധിച്ചു തരും. അത് ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. അപ്പോൾ മെഴുകുതിരി മേടിക്കാൻ അച്ഛനും മോളും അപ്പുറത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് അത്രയും വിശ്വാസമുള്ള ആൾ, ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളുടെ നാട്ടിലത്തെ എല്ലാവർക്കും. കാരണം ഇതിലിപ്പോൾ ഏതൊരു വാഹനമാണെങ്കിലും രക്ഷിക്കുന്ന ഒരു വിശ്വാസം എല്ലാവർക്കും ഉണ്ട്. ഒരുവിധ ആൾക്കാരെല്ലാവരും ഇവിടെ വഴിപാടിട്ടിട്ടേ പോവുള്ളൂ. പുണ്യാളൻ എന്താ പറയുക, റോട്ടിലേക്ക് നോക്കി നിൽക്കണ ഒരു ഇതാണ് ഇവിടെ കാണാറ്. കാരണം അത്രയും സംരക്ഷിച്ച് ഈ നാടിനെ സംരക്ഷിക്കുന്ന ഒരു പുണ്യാളനാണ് ഞങ്ങളുടെ പുണ്യാളൻ. പിന്നെ ഞങ്ങളുടെ പുണ്യാളനുണ്ട് ഇവിടെ ഇന്ന മതം എന്നൊന്നുമില്ല കേട്ടോ. എല്ലാവരും എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരും ചെറിയൊരു വഴിപാടൊക്കെ ഇങ്ങനെ പൈസ ഇങ്ങനെ ഇട്ട് കൊടുക്കും. വണ്ടിയിലിരുന്നിട്ടായാലും അവിടെ ഇറങ്ങിയിട്ടായാലും മെഴുകുതിരി കത്തിക്കുക. കൂടുതൽ ഈ വീട്ടിൽ പാമ്പിനൊക്കെ കാണുമ്പോൾ കുറേ പേര് വന്ന് മെഴുകുതിരി കത്തിക്കും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലുണ്ടാവുന്ന എന്തെങ്കിലും പച്ചക്കറിയോ അല്ലെങ്കിൽ കോഴിയോ അല്ലെങ്കിൽ കോഴിമുട്ടയോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പുണ്യാളുടെ നടക്കെ കൊണ്ട് വെക്കും കേട്ടോ. അതൊക്കെ ഓരോരുത്തർ വിശ്വാസമാണ്. പണ്ട് കാലത്ത് ഇവിടെ ഈ റോട്ടിൽ കുറേ അപകടങ്ങൾ വന്ന് അപ്പോൾ ഇങ്ങനെ പുണ്യാളെ കൊണ്ടിരുത്തിയതെന്ന് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇന്ന മതമൊന്നുമില്ല കേട്ടോ. ഞങ്ങൾക്ക് നല്ല വിശ്വാസമാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ വന്ന് ഇവിടെ പുണ്യാളുടെ അവിടെ മെഴുകുതിരി കത്തിക്കും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദൈവത്തിലും നമ്മൾ പോവും. അവണയങ്കാട്ടിയെ പോവും, പുത്തമ്പള്ളിയെ പോവും, പിന്നെ നമ്മുടെ അമ്പലങ്ങളിലേക്കൊക്കെ പോവും. മറ്റുള്ള ഇത് പറഞ്ഞ പോലെ ചെന്ന് ബുദ്ധിമുട്ടിപ്പിക്കുക എന്നുള്ളൊരു പരിപാടി നമുക്കില്ല. ഒറ്റ ദൈവങ്ങളിൽ നമ്മൾ ബുദ്ധിമുട്ടിക്കാനോ ശല്യപ്പെടുത്താനോ ഒന്നും നമ്മൾ പോകാറില്ല. നമ്മൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളൊന്ന് ചെന്ന് പ്രാർത്ഥിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് വേറെ ഞങ്ങൾക്ക് അത് തായോ ഇത് തായോ എന്നൊന്നുമില്ല. അപ്പോൾ ഈ പുണ്യാളുടെ പ്രത്യേകത എന്താ, മറ്റുള്ള പുണ്യാളന്മാരൊക്കെ സൈഡിലോട്ട് ചെരിഞ്ഞിരിക്കുകയാണെന്നാണ് പറഞ്ഞ് കേട്ടിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ ഈ പുണ്യാളെ റോട്ടിലേക്കാണ് നോക്കിയിരിക്കുക, നേരെയാണ് നോക്കിയിരിക്കുക. അത് നമ്മുടെ ക്രിസ്ത്യൻസിലായുള്ള കുറേ സുഹൃത്തുക്കൾ പറഞ്ഞ് കേട്ടിട്ടുള്ള അറിവാണ് കേട്ടോ. പുണ്യാളം കണ്ട റോട്ടിലേക്ക് നേരെയാണ്. സാധാരണ അടിയിലിരിക്കുന്ന പിശാചിൻ്റെ വായിലോട്ടാണ് ഈ കുന്തം കുത്തിയിട്ട് ഇങ്ങനെ അടിയിലോട്ട് നോക്കിയിരിക്കണമെന്നാണ് പറഞ്ഞ് കേൾക്കണത്. പക്ഷേ ഈ ഒരു പുണ്യാളിന് പ്രത്യേകതയുണ്ട് കേട്ടോ. അപ്പോൾ ഈ പുണ്യാളെ റോട്ടിലേക്കാണ് നോക്കിയിരിക്കണത്. അപ്പോൾ പൊടിമോളുടെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരിമാരൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ, അവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ വീഡിയോ എടുത്തപ്പോൾ അവരൊക്കെ പൊടിമോളെ നോക്കി ചിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയ ആവേശം ഇങ്ങോട്ടില്ല കേട്ടോ. അത് 2 തളർന്നു. പിന്നെ അമ്മയും മോളൊക്കെ ഒരേ ഉയരൊക്കെ ആയി. കെട്ടിച്ചു കൊടുക്കാറായി മോളെ പൊടിമ്പീരെ. 2 കൊല്ലം കൂടി കഴിഞ്ഞാൽ കെട്ടിച്ചു കൊടുക്കാറായി. അപ്പം ഗായ്സ് ഇത്രയുള്ള കാര്യങ്ങൾ. പിന്നെ എൻ്റെ അമ്മയുടെ ഹൈറ്റൊക്കെ കണ്ടില്ലേ, പണ്ട് എൻ്റെ ചേട്ടൻ ഇതുപോലെ തന്നെ ആയിരുന്നു. എൻ്റെ അമ്മയുടെ ഹൈറ്റ് തന്നെയായിരുന്നു, ഒരേ തന്നെയായിരുന്നു. പിന്നെ ഞാൻ അമ്മയുടെ അടുത്ത് കുറേ സ്വകാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സ്കൂളിലത്തെ ഇന്ന് സ്കൂൾ. അപ്പോൾ നടന്ന് ക്ഷീണിച്ചപ്പോൾ പൊടിമോള് മന്തിക്കട എത്തിയപ്പോൾ അച്ഛനോട് മന്തി മേടിച്ച് തരാൻ പറഞ്ഞിട്ട് വാശി പിടിച്ചു. അപ്പോൾ 2 കൂടി മന്തി മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. നമ്മൾ വല്ലപ്പോഴൊക്കെ മന്തി മേടിക്കും കേട്ടോ. വലിയ ഹാഫൊന്നും വന്നല്ല, ഒരു 1/4 വളരെ വിലക്കുറവാണ്. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മേടിച്ച് കഴിക്കാറൊന്നുമില്ല, വല്ലപ്പോഴൊക്കെയാണ് മേടിച്ച് കഴിക്കണത് കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമായി. പൊടിമോളുടെ മുഖം നോക്കിയേ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ വീട്ടിലെത്തി. നിങ്ങൾക്ക് ഞങ്ങൾ കപ്പോള കാണിച്ചു തന്നു, പിന്നെ അച്ഛൻ്റെ വണ്ടി വെച്ച വർക്ക്ഷോപ്പ് കാണിച്ചു തന്നു, പിന്നെ അച്ഛനെ കണ്ട് ടെസ്റ്റ് ചെയ്യാൻ കാണിച്ചു തന്നു. പിന്നെ എനിക്ക് നടന്ന് വയ്യാണ്ടായി. അത് കാരണം മന്തിക്കട എത്തിയപ്പോൾ ഒരു മോഹം തോന്നി. അച്ഛൻ മന്തി കാണിച്ചതെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ മന്തി കാണിച്ചു തന്നു. എന്താണെന്ന് വെച്ചാൽ മന്തി കാണിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നടന്ന് വയ്യാണ്ടായി. ആകെ ഡോക്ടർക്ക് 100 രൂപ, പുണ്യാളുടെ അവിടെ മെഴുകുതിരി എത്തിക്കാൻ 30 രൂപ, മന്തി 170 രൂപ. ഇതിനെ കൊണ്ടുപോയുള്ള കുഴപ്പതാ. അച്ഛനും പേഷ്യൻ്റ് കണ്ണ് കാണാനില്ല, കണ്ടില്ലേ? ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ബാക്കി പൊടിമോള് പറയും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ശുഭദിനം. അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.